ഒരു 30+ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ നോക്കണം. ആ ഡയബറ്റീസ് ബേസിക്കലി ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ എണ്ണ, നെയ്യ്, ഈ സ്വീറ്റ്സിൽ അടിഞ്ഞ ബേക്കറി ഐറ്റംസിൽ വരുന്ന സാധനം, അപ്പോൾ അതൊക്കെ ആക്ച്വലി ഒരു ലിമിറ്റിൽ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റിൽ. ഫിസിക്കൽ സ്ട്രെസ്സിന് നമ്മൾ എക്സസ് വർക്ക് ചെയ്ത് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് ജീവിതത്തിൻ്റെ ഭാഗമായി. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞാലേ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ ചത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈ? എന്തിനാണ്? 1 cigarette a day, ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് ഡബിൾ ആണ്. ചെയിൻ സ്മോക്കേഴ്സിന് 3-4 times ആണ്, പക്ഷെ അയാൾക്ക് അറിയാം അയാൾക്ക് അപകടവും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആ 1 cigarette സ്മോക്ക് ചെയ്യുന്ന ഒരാൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സേഫാണ്, ബിക്കോസ് 1 cigarette അല്ലേ ഉള്ളൂ. പോർഷൻ കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ നാട്ടിൽ ഇല്ലാത്ത സാധനമാണ് ഈ പോർഷൻ കൺട്രോൾ. നമ്മൾ കഴിക്കുന്ന അളവ് അതൊരു ഫിക്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ അത് മതി. ഹാർട്ടിൽ ഇച്ചിരി ലോഡ് കൊടുക്കുന്ന സംഗതിയാണ് എക്സസീവ് വെയ്റ്റ്സ്. ഭയങ്കര മറ്റേ ഈ ഡെഡ് ലിഫ്റ്റും ഇതൊക്കെ പറയുന്നത് ഒരു ഹാർട്ട് ലോഡ് കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ എനിക്കത് സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം, ഒരു ഡിനയൽ, സൈക്കോളജിക്കൽ ഡിനയൽ, എനിക്കത് വരില്ല എന്നുള്ളൊരു തോന്നുന്നു. ബാധിക്കില്ല. എന്നെ ബാധിച്ച് കഴിഞ്ഞാലാണ് ഈ ഡിപ്രഷനും കാര്യം. ജിമ്മിൽ ചേരുന്നതിന് മുമ്പ് ആ ജിമ്മിൻ്റെ ഓണേഴ്സ് ഓർ അതിൻ്റെ ട്രെയിനേഴ്സ് ഈ പറഞ്ഞ എല്ലാ വ്യക്തികളുടെ ഒരു പ്രീ ടെസ്റ്റ് ഒരു ക്വസ്റ്റ്യനെയർ ഫില്ലാക്കണം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ്. നമുക്കൊപ്പം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സൽമാൻ സലാഹുദ്ദീനാണ്. നമസ്കാരം. ഈ ആളുകൾ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകും എന്നുള്ള അവസ്ഥയിൽ പേടിച്ച് നടക്കുകയാണ്. അങ്ങനെ ഒരു ആശങ്കയുള്ള സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായും. ഇപ്പം ഈയിടയിൽ ഇങ്ങനെ ഹൃദയാഘാതം ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ എങ്കിലും ഈയിടയിൽ യുവാക്കളിടയിൽ പ്രായം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ഒരു 60+, 70s ആയിരുന്നു ഹാർട്ട് ഡിസീസ്, ഹൃദയാഘാതമൊക്കെ വരുന്ന ഒരു പരിചയം. പക്ഷെ ഇന്ന് അത് വളരെ ഏർലി ആയിട്ട് 40s ഈവൻ യങ്ങർ ദൻ ദാറ്റ് കണ്ടുവരുന്നതാണ് നമ്മളൊരു സോ പ്രത്യേകിച്ച് നമ്മളിപ്പം വാർത്തയിലൊക്കെ കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കേട്ടു ഇങ്ങനത്തെ ഒരു വാർത്ത. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരു ആശങ്ക ആണെങ്കിലും ഇതൊക്കെ ട്രീറ്റബിൾസ് ഇഷ്യൂസ് ആണത്. എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള, അപ്പോൾ ആളുകൾക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്നുണ്ട്. അപ്പോൾ പല ആളുകളും കൺഫ്യൂസ്ഡാണ്. ഭക്ഷണം നിയന്ത്രിക്കുക, ജീവിതശൈലി നിയന്ത്രണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു ഡാറ്റ ഉണ്ടോ അതിനകത്ത്? അതെ, തീർച്ചയായും. സോ ഇതിൽ ഫസ്റ്റ് നമ്മളിപ്പം ആഫ്റ്റർ ഒരു 40+ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു കാര്യങ്ങൾ ഒരു ബോധം വേണം എന്നാണ് ഞാൻ പറയാറ്. ഇൻഫാക്ട് നമ്മളൊരു അമേരിക്കൻ ഗൈഡ് ലൈൻസ്, വെസ്റ്റേൺ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ 20+ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയിരിക്കണം എന്നാണ്. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ആ ഒരു സെറ്റപ്പ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഗെറ്റ് യുവർ സെൽഫ് ചെക്ക്ഡ്. ഓക്കെ, എനിക്കൊന്നും വരില്ല, ഞാൻ നല്ലോണം എക്സസൈസ് ചെയ്യുന്ന, അതാണ് ആക്ച്വലി കണ്ടുവരുന്നൊരു സംഭവം. ഇപ്പം നമ്മളിപ്പം നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഇത് വരുന്നുണ്ട്. സോ ദാറ്റ്സ് ബേസിക്കലി ബിക്കോസ് നമുക്ക് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു തോന്നൽ. അതൊരു ചെക്കിങ്ങിൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ 20 ദിവസത്തിന് ശേഷം ആദ്യത്തെ ചെക്കിങ് നടത്തണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ട കാര്യം? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയെന്നാണ് നോക്കേണ്ടത്. സോ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതം, ഹൃദ്രോഗം വരാനുള്ള റിസ്ക് ഫാക്ടർ സാധ്യത ഉണ്ടാക്കുന്ന ഇത്. സോ നമ്പർ 1 കൊളസ്ട്രോൾ, പ്രമേഹം, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, പിന്നെ പുകവലി ഉണ്ടോ, ഈ റിസ്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ. സോ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്നറിയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് റൂൾ ഔട്ട് ചെയ്യുക എന്നാണ് സംഗതി. സോ ഇതൊക്കെ കുറേയൊക്കെ ബേസിക് മെഡിക്കൽ ചെക്കപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര ഗ്യാപ്പിൽ ചെയ്യണം ഒരു ആൾട്ടർനേറ്റീവായി ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ച്വൽ ഗൈഡ് ലൈൻസ് നിയമങ്ങൾ പറയുന്നത് 20 years സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് നോർമൽ 2 to 3 years കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഒരു 30+ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ നോക്കണം. ആ ഡയബറ്റീസ് ബേസിക്കലി ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ബ്ലഡ് വർക്കപ്പും ഒരു ബേസിക് ചെക്കപ്പ്, ബ്ലഡ് പ്രഷർ വെരി ഈസി, ബോഡി വെയ്റ്റ് വെരി ഈസി, ഷുഗർ നോക്കാം, കൊളസ്ട്രോൾ നോക്കാം. ഇത് ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മൾ മാറ്റിവെച്ചു. പിന്നെ വരുന്നൊരു റിസ്ക് ഫാക്ടർ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, ഫാമിലി ഹിസ്റ്ററിയാണ്. പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിസ്ക് ഫാക്ടർ ഉള്ള ഒരാൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹാർട്ടിൽ ബേസിക് ചെക്കപ്പ്. ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യുക എന്നാണ്
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡിയക് പ്രിവെൻഷൻ. വൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്കൊരു 3-4 വർഷം ഗ്യാപ്പ് ഉണ്ടാവും. യെസ്, തീർച്ചയായും ആ ഗ്യാപ്പിൽ ചെയ്താൽ മതി. ഈ ബ്ലഡ് ചെക്കപ്പ് ഒരു 2 to 3 ഇയേഴ്സിന് ഇടയിൽ ചെയ്താൽ മതി. ഹാർട്ട് ഡിസീസ് ചെക്കപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് ഒളിഞ്ഞിരിക്കുന്ന ഹൃദയരോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് എ ബേസിക് ECG, ഒരു ബേസിക് എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ സ്കാൻ. ആൻഡ് ലാസ്റ്റ് ഒരു ഈസി ടെസ്റ്റാണ്, ഒളിഞ്ഞിരിക്കുന്ന ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റാണ് ട്രെഡ്മിൽ ടെസ്റ്റ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെഡ്മിലിൻ്റെ മുകളിൽ നടക്കുന്നു, പക്ഷേ ആ സമയത്ത് നമ്മൾ ECG ഒക്കെ പിടിപ്പിച്ച് വെക്കുന്ന ഒരു സംഗതിയാണ്. സോ അതിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർ അധ്വാനം ചെയ്യുമ്പോൾ ECGയിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഈസി OPD ടെസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ, അതൊരു ഹാർട്ട് ഡിസീസ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ സാധാരണ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതെ, ഈ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളൊരു ആഫ്റ്റർ 20 അല്ലെങ്കിൽ ആഫ്റ്റർ 30 ആഫ്റ്റർ 40 എന്ത് മാറ്റം നമ്മുടെ ജീവിതശൈലി വരുത്താൻ പറ്റും? യെസ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ആരും ചെയ്യാറില്ല അല്ലേ. സോ നമ്പർ 1 ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ് ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ 3 വിഷയങ്ങളിൽ ഈ ജനറേഷൻ ഇന്നത്തെ കാലത്ത് വളരെ വളരെ എന്താ പറയുക തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എവറിബഡി ഈസ് റണ്ണിങ്, എല്ലാവരും ഓടുകയാണ് ലൈഫിന് പിന്നാലെ, കുടുംബത്തിന് പിന്നാലെ, പൈസേൻ്റെ പിന്നാലെ. സോ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കാറില്ല, എസ്പെഷ്യലി നമ്മൾ ഓഫീസ് ഗോവേഴ്സ്, IT ഫീൽഡിലുള്ള ആൾക്കാർ, നമ്മൾ ഡോക്ടർമാർ. വി ഡോണ്ട് ഈറ്റ് ഓൺ ടൈം, ഭക്ഷണ സമയത്തിന് കഴിക്കാറില്ല, കറക്റ്റ് ഭക്ഷണം കഴിക്കാറില്ല. നമ്പർ 2 is എക്സസൈസ്. എക്സസൈസ് ചെയ്യാനുള്ള സമയമില്ല. സോ എക്സസൈസ് മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 minutes പെർ ഡേ എക്സസൈസ് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഈവൻ എ ബ്രിസ്ക് വാക്ക്, അതായത് ആ ഒരു മീഡിയം സ്പീഡിൽ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്നതാണ് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് നമ്പർ 3 is സ്ട്രെസ് ഒഴിവാക്കാം. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ബിക്കോസ് നമ്മൾ ഈ ലൈഫിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുമ്പോൾ ആക്ച്വലി അത് വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ജോബ് സ്ട്രെസ്, ഫിനാൻഷ്യൽ സ്ട്രെസ് എല്ലാം നമ്മൾ ഒരു പരിധിക്ക് മുകളിൽ ഇഫ് ഇറ്റ് എഫക്ട്സ് യുവർ ബ്രെയിൻ, ഇറ്റ് വിൽ എഫക്ട് യുവർ ഹാർട്ട് ഓൾസോ. പിന്നെ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യം, ഡയറ്റ് എന്ന് പറയുന്നു, എക്സസൈസ് എന്ന് പറയുന്നു, സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ്? ഇപ്പം നമുക്ക് നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ. അപ്പോൾ ഇതൊന്നും കഴിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയും ഇതൊന്നും കഴിക്കാണ്ട് മരിക്കുന്നതിനെക്കാട്ടും നല്ലത് കഴിച്ചു മരിക്കുന്നത്. പൊറോട്ടയും ബീഫ് കഴിക്കാണ്ട് ഇങ്ങനെ ജീവിക്കുക അല്ലേ? അതെ അല്ല, ദാറ്റ്സ് ട്രൂ. സോ നമ്മളിപ്പം നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പോൾ ഡയബറ്റീസ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. സോ കുറച്ച് നമുക്ക് മോഡറേഷൻ നമുക്ക് കഴിക്കാം. ബട്ട് നമ്മൾ ആ ബേസിക് പ്രിൻസിപ്പിൾസ് എപ്പോഴും ഫോളോ ചെയ്യണം. ആ ബേസിക് പ്രിൻസിപ്പിൾസിൽ ഈ എക്സസ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ എക്സസ് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഒരു ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് മെഡിക്കൽ ഭാഷ ഫോർ ആ ഡേഞ്ചറസ് ഫാറ്റ്സ്. ആ ഡേഞ്ചറസ് ഫാറ്റ്സ് ആണ് ഈ നമ്മളെ ഗീ, എണ്ണ, നെയ്യ്, ഈ സ്വീറ്റ്സിൽ അടിഞ്ഞ ബേക്കറി ഐറ്റംസിൽ വരുന്ന സാധനം. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഒരു ലിമിറ്റിൽ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റിൽ. നെക്സ്റ്റ് ഇസ് ഭയങ്കര ഷുഗർ കണ്ടന്റ്. ഇപ്പോൾ ഷുഗർ കണ്ടന്റ് ആക്ച്വലി ഷുഗർ ഇസ് ദ ന്യൂ ഈവിൽ എന്ന് പറയാറുണ്ട്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് സ്വീറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പറയും എനിക്കിപ്പോൾ ഡയബറ്റീസ് ഇല്ല, പ്രമേഹ രോഗം ഇല്ല, അപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിച്ചൂടെ, ലഡു, ജലേബിയൊക്കെ കഴിച്ചൂടെ. ദാറ്റ്സ് ഓക്കെ ടു എ ലിമിറ്റ്. പക്ഷേ അതിന് മുകളിൽ പോകുമ്പോൾ ദാറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ്, അപ്പോൾ അമിതവണ്ണം ഉണ്ടാക്കും. അതിൽ കണ്ടന്റുള്ള ഫാറ്റ് കൂടുമ്പോൾ അതും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇതെല്ലാം ഇന്ന് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് 5 years or 10 years ലേറ്റർ ആണ് അതിൻ്റെ എഫക്റ്റ് വരിക. സോ മോഡറേഷനിൽ നമ്മൾ കഴിക്കുന്നു ആൻഡ് ബി ഹാപ്പി. ഭയങ്കരമായ സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് ഈ കീറ്റോ ഡയറ്റും പോകേണ്ട ആവശ്യമില്ല. യു ടേക്ക് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ ബേസിക് കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ റൈസ്, ചപ്പാത്തി അതൊക്കെ കഴിക്കാം, മീറ്റ്സ് കഴിക്കാം, ഓയിൽ കുറയ്ക്കാം, ഷുഗേഴ്സ് കുറയ്ക്കാം. അതായത് ബേസിക്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കൂടുതൽ കഴിക്കേണ്ട ഭക്ഷണം ഏതാണ്? കുറച്ച് അധികം നമ്മുടെ ഡയറ്റ് ഉൾപ്പെടുത്തണം. നമ്മളിപ്പം കുറേ ഡയറ്റ്സും ഉണ്ട്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ഇങ്ങനെ നമ്മൾ വെസ്റ്റേൺ ഇതിൽ നമ്മൾ പഠിച്ച സംഗതി. അതിൽ അവർ പറയുന്നത് കൂടുതൽ ആരോഗ്യത്തിന് നമ്മൾ ആക്ച്വലി വെജിറ്റബിൾസും നമ്മൾ ഓയിൽ കണ്ടന്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറയ്ക്കുന്നതാണ് ഹൃദയാഘാതത്തിന്, ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ബാക്കി ആക്ച്വലി ജനറൽ ഹെൽത്തിന് പല പല സംഗതികളുണ്ട്. ചിലതിന് നട്ട്സ് നല്ലതാണ്, ഫ്രൂട്ട്സ് നല്ലതാണ്. പക്ഷേ ജനറലി ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ്, ലോട്ട്സ് ഓഫ് ഫൈബർ, ലെസ് ഓഫ് ഫാറ്റ്സ്, ലെസ് ഓയിൽസ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഈ ഹെൽത്ത് ലിറ്ററസി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഈ വൺ തിങ് കൂടുതൽ നമ്മളെ കണ്ടുവരുന്നത് ഇറ്റ്സ് ലൈക്ക് ആ ഒരു ചിട്ടയില്ലായ്മ.
ഡിസിപ്ലിൻ ഇല്ലായ്മ. ബിക്കോസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ബിക്കോസ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ വി ആർ നോട്ട് യൂഷ്വലി ഡൂയിങ് ദിസ് ഓൺ ടൈം. ടൈം കീപ്പ് ചെയ്യണം. ആ ടൈം കീപ്പിങ്ങിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, സപ്പോസ് ഇഫ് യു മിസ് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് അടിക്കും. അപ്പോൾ ആ സ്നാക്സ് ചിലപ്പോൾ കാണുന്ന മുമ്പിലത്തെ ബേക്കറിയിൽ നിന്നായിരിക്കും സ്നാക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ലഞ്ച് മിസ്സാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ വലിയൊരു ഡിന്നർ കഴിക്കും. ദാറ്റ് ലീഡ്സ് ടു നമ്മുടെ ഒരു മെറ്റബോളിക് ഇംബാലൻസ് ഉണ്ടാക്കും. നമ്മുടെ ഡയറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കുറേയൊക്കെ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ക്രിയേറ്റ് ഒരു ഡിസിപ്ലിൻ. നമ്മൾ കറക്റ്റ് ടൈം ആൻഡ് അളവ്. പോർഷൻ കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ നാട്ടിൽ ഇല്ലാത്ത സാധനമാണ് ഈ പോർഷൻ കൺട്രോൾ. നമ്മൾ കഴിക്കുന്ന അളവ് അതൊരു ഫിക്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ അത് മതി. സോ യു ഡോണ്ട് ഹാവ് ടു വലിയൊരു ഭയങ്കര സ്ട്രോങ് ഡയറ്റിന്റെ ആവശ്യമില്ല. എസ്പെഷ്യലി ഈ ഡിന്നറാണ് പ്രശ്നം. കാരണം നമ്മളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഡിന്നർ ഔട്ടിംഗ് ആണ്. ഔട്ടിംഗ് ഫോർ ഡിന്നറാണ്. ബിക്കോസ് നമ്മൾ ആകെയുള്ള ഒരു റിക്രിയേഷൻ അതാണെന്നുള്ളത്. ആക്ച്വലി ഡിന്നറിന് വലിയൊരു പ്രസക്തി ഇല്ല. ഇഫ് യു ഹാവ് ഒരു വലിയൊരു ഹെവി ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാനല്ലേ. അപ്പോൾ ആ സമയത്ത് കുറേ കാലറി കൺസ്യൂം ചെയ്യുന്നത് ഭയങ്കര ഡെഡ് വെയിറ്റ് ആണ്. അത് പോയിട്ട് ബോഡിയിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്തതാണ് ഇത് കൂടുന്നത്. സോ ഡിന്നർ ഷുഡ് ആക്ച്വലി ബി ലൈറ്റ്. ഡിന്നേഴ്സ് ലൈറ്റ് ആവുക, കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, ഫൈബർ. ടൈം ഉണ്ടല്ലോ ഒരു 8 o'clock മുന്നേ. അതിന് ഈ ഭയങ്കരമായ ഇതില്ല. സോ ഐഡിയലി അറ്റ്ലീസ്റ്റ് എ ഫ്യൂ അവേഴ്സ് ബിഫോർ സ്ലീപ്പ്. ഉറങ്ങുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുൻപ് കഴിച്ച് തീർക്കുന്നതാണ് നല്ലത്. അത് ആക്ച്വലി ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടല്ല, ഈ ഗ്യാസ്ട്രിക്കും ഈ അങ്ങനത്തെ സിറ്റുവേഷൻസിന് അത് ഡൈജസ്റ്റീവ് പ്രോസസ്സിന് കുറച്ചും കൂടി നല്ലതാണ്. ഈ ഡയറ്റിൽ പോലെ പ്രധാനമാണല്ലോ നമ്മൾ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് സിഗരറ്റ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയും നമ്മൾ ഒരു 2 പേക്കൊന്നും അടിച്ചാൽ കുഴപ്പമില്ല. ഇതിന്റെ ഒരു അളവുണ്ടോ? ശരി, ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് അല്ലേ. പണ്ടൊരു ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി ഹാർട്ട് ഹെൽത്തി ആവും എന്നുള്ളത്. ബട്ട് ഇറ്റ് കനോട്ട് ബി അത് ഒരു അങ്ങനെ നമുക്കൊരു നിയമമാക്കി പാസ്സാക്കാൻ പറ്റില്ല. പക്ഷേ ആൽക്കഹോളും ഡയറക്റ്റ്ലി ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള കണക്ഷൻ ഇല്ല. ഓക്കെ. പക്ഷേ അമിതമായിട്ട് അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഐഡിയലി യൂഷ്വലി വാട്ട് വി പ്രിസ്ക്രൈബ് ഇൻ കേസ് മാക്സിമം സോഷ്യൽ ഡ്രിങ്കിങ് ഇസ് ആക്സെപ്റ്റഡ്. സോഷ്യൽ ഡ്രിങ്കിങ് മാത്രം ആക്സെപ്റ്റ്. പക്ഷേ അതർവൈസ് ഒരു റെഗുലർ ഡ്രിങ്കിങ്ങിൽ പ്രശ്നം വെച്ചാൽ അത് ലിപ്പിഡ് പ്രൊഫൈലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹാർട്ട് മസിലിന് അത്ര ഫ്രണ്ട്ലി അല്ല. അതർവൈസ് ഡയറക്ട്ലി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ല. യൂഷ്വലി നമ്മുടെ നാട്ടിൽ ആൽക്കഹോളിൻ്റെ കൂടെ വരുന്നൊരു സാധനമാണ് സ്മോക്കിംഗ്. യെസ്, that's a total different. അപ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ടൊബാക്കോ അതിന് കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട. ചില ആളുകൾ പറയും നമ്മൾ മദ്യപിക്കും മാത്രമേ സിഗരറ്റ് ഉള്ളൂ, അളവ് കുറവാണെന്ന അർത്ഥത്തിൽ പറയുന്നത്. സിഗരറ്റ് സ്മോക്കിംഗ് അത് നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല ടോപ്പിക്കാണ്. ഒത്തിരി ആൾക്കാർ നമ്മളടുത്ത് പറയും, അരെ ഡോക്ടറെ ഒരു സിഗരറ്റ് മാത്രമേ വലിക്കുന്നു, അതായത് ബാത്റൂം പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു സോഷ്യൽ ഡ്രിങ്കിൻ്റെ കൂടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ആ സ്മോക്കറാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മനുഷ്യൻ. എന്താ കാരണം? അയാൾ വിചാരിക്കുന്നു അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. 1 cigarette a day, ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് ഡബിൾ ആണ്. ചെയിൻ സ്മോക്കേഴ്സിന് 3-4 times ആണ്. പക്ഷെ അയാൾക്ക് അറിയാം, ആ ചെയിൻ സ്മോക്കറിന് അറിയും അയാൾക്ക് അപകടവും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആ 1 cigarette സ്മോക്ക് ചെയ്യുന്ന ഒരാൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സേഫാണ്, ബിക്കോസ് 1 cigarette അല്ലേ ഉള്ളൂ. ദാറ്റ് ഇറ്റ് സെൽഫ് ഭയങ്കര ടോക്സിക് ആണ്. ഹാർട്ട് ഡിസീസും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത. സിഗരറ്റും നമ്മൾ ഹാർട്ട് ഡിസീസുമായി കണക്ഷൻ എന്ന് വെച്ചാൽ ഒരു സിഗരറ്റ് സ്മോക്കിൽ ഇറ്റ് സീംസ് ദാറ്റ് there are 10,000 ഹാംഫുൾ കെമിക്കൽസ് ആണ് ആ സ്മോക്കും ഇതും പല 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 സംഗതികൾ. സോ ഹാർട്ട് ഡിസീസ് ആയിട്ട് കണക്ഷൻ വെച്ചാൽ നമ്പർ 1 ഒരു നിക്കോട്ടിൻ പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, നിക്കോട്ടിൻ എന്ന് പറയുന്ന സംഗതി ഹാർട്ടിന്റെ ഹൃദയത്തിന്റെ ധമനികൾ ചുരുക്കാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന്. പിന്നെ നിക്കോട്ടിൻ പ്ലസ് അതർ കെമിക്കൽസ് ഒക്കെ രക്തം കട്ട പിടിപ്പിക്കാനുള്ള സാധ്യത കൂട്ടുന്നു. നമ്പർ 3 ഹാർട്ട് ഡിസീസിനെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ബ്ലഡ് പ്രഷർ കൂട്ടുക. അഡ്രിനർജിക് ഹോർമോണിക് സ്റ്റിമുലേഷൻ കാരണം ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള സാധ്യത. നമ്പർ 4 രക്തക്കുഴലിൻ്റെ ആ കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോട്ടിങ്ങിന് ഒരു മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംഗതിയാണ് ക്രോണിക് ടൊബാക്കോ യൂസേജ്. കുറേ തിയറീസ് ഉണ്ട് പക്ഷെ ഇതാണ് മെയിൻ സംഗതി. ഇതെല്ലാം വന്നു കഴിഞ്ഞാണ് ടൊബാക്കോ സ്മോക്കിങ്ങും ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള കണക്ഷൻ. ഇതിലെ പ്രധാനപ്പെട്ട സാധനം ബ്ലോക്ക് ആണല്ലോ, ഹാർട്ടിൽ ബ്ലോക്ക് സംഭവിക്കും. അതെ, പല ആളുകളും പെട്ടെന്നാണ് അറിയുന്നത് ബ്ലോക്ക് ഉണ്ടെന്നുള്ള വിവരം. അപ്പോൾ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് എന്ന് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു 30 വയസ്സുള്ള ആൾക്ക് ബ്ലോക്ക് സംഭവിക്കും. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശരിക്കും? ഇത് ഹാർട്ടിന്റെ മുകളിൽ നമുക്ക് 3 രക്തധമനികളുണ്ട്. ഇതാണ് പല ആൾക്കാർക്കും അറിയില്ല വാട്ട് ഇസ് ദിസ് ബ്ലോക്ക് അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞത്, ഹൃദയത്തിൻ്റെ മുകളിൽ 3 രക്തക്കുഴലുണ്ട്. ഈ 3 രക്തധമനികളാണ് ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തോട്ടം സപ്ലൈ ചെയ്യുന്നത്. ഈ രക്തധമനികളുടെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് ആ രക്തക്കുഴൽ ചുരുങ്ങുക.
അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ രക്തധമനികൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തോട്ടം അവിടെ കുറയുന്നു, ഹാർട്ടിന് മസിലിന് ബ്ലഡ് സപ്ലൈ കുറയുന്നു, അടിഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റാക്ക് വരുന്നു. വരാനുള്ള സാധ്യതകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ റിസ്ക് ഫാക്ടേഴ്സ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഡെപ്പോസിഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. ആ സാധ്യത ഇന്ന് നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ ഇങ്ങനെ 60s ഒക്കെ 60 വയസ്സുള്ള ആൾക്കാർക്ക് മുൻപ് നമ്മൾ കണ്ടുവരുന്നത് 50, 40 വളരെ സർവ്വസാധാരണമായിട്ടുണ്ട് ഇപ്പം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പ്രമേഹം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളിൻ്റെ അംശം വർദ്ധിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്റ് ബി നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നമ്മളെ ഭക്ഷണം ആൻഡ് നമ്മളെ ആ പണ്ടത്തെ ജനറേഷൻ യൂസ് ടു ബി കുറച്ചും കൂടി ആക്റ്റീവ് ആയ ഒരു ജനറേഷൻസ് ആയിരുന്നു. അതിങ്ങനെ എവറി ജനറേഷനും എവറി ഡെക്കേഡിലും നമ്മളതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അതിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അവർ ഹെൽത്തിയാണ്, എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്തൊരു ബോഡി ബിൽഡർ കണ്ടിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചെക്കിങ് നടത്തിയപ്പോൾ കൊളസ്ട്രോൾ അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങും നമ്മളെ കാർഡിയോ ഹെൽത്ത് അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആണോ? ശരി, റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഹൃദയരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളിപ്പം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് വരുന്നതാണ് ചോദ്യം. അതിൽ സംഭവം എന്ന് വെച്ചാൽ സം പീപ്പിൾ, നമ്മളിപ്പോൾ ചില ആൾക്കാർ ജനറ്റിക്കലി അത് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. ഫാമിലി ഹിസ്റ്ററി മോശമാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് വരാനുള്ള, അച്ഛന് ഹാർട്ട് അറ്റാക്ക്, ഗ്രാൻഡ് ഫാദറിന് വലിയച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്കത് തടയാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെക്കപ്പ് റെഗുലർലി ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. സോ നമ്മളിപ്പോൾ 10 ആൾക്കാരിൽ ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം. അയാൾ ജിമ്മിൽ പോകുന്ന ഒരാളായിരിക്കാം, അയാൾ വളരെ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷേ എങ്കിലും അയാൾക്ക് ഒളിഞ്ഞിരിക്കുന്നൊരു ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. അല്ല, എൻ്റെ ചോദ്യത്തിലേ ഈ ജിമ്മിലെ വർക്കൗട്ട് തന്നെ 2 തരത്തിലുണ്ട്. നമ്മളിപ്പോൾ ബോഡി മസിൽ ഗെയിനിന് വേണ്ടി നടത്തുന്ന വർക്കൗട്ട് ഉണ്ട്, വെയിറ്റ് ട്രെയിനിങ്, അതല്ലാതെ കാർഡിയോ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. ഇതിലേതാണ് ശരിക്കും നമ്മുടെ ഈ ബോഡി ഹൃദയത്തിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നല്ല? ഈ കാർഡിയോ 2 ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. നമ്മളെ എക്സസൈസ് ഭാഷയിൽ പറയുന്നത് ഐസോട്ടോണിക്, ഐസോമെട്രിക്. ഐസോട്ടോണിക് ആണ് നമ്മളെ ജിമ്മിൽ പറയുന്നത് കാർഡിയോ എക്സസൈസ്. കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ്, റണ്ണിങ്, ട്രെഡ്മിൽ, സൈക്ലിംഗ്, പിന്നെ ഓർബിട്രിക്, എലിപ്റ്റിക്കൽ, അതൊക്കെ കാർഡിയോ. ഇത് ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ മസിൽ ട്രെയിനിങ് ഉള്ള സംഗതി. നമ്മൾ ഈ ടേക്കിംഗ് വെയ്റ്റ്സ്. ഓക്കെ, കൂടുതൽ കാർഡിയോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഹാർട്ട് ഫ്രണ്ട്ലി മറ്റേതാ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഈ വാക്കിംഗ്, ട്രെഡ്മിൽ, റണ്ണിങ്, സൈക്ലിംഗ്, ഈ വക സാധനങ്ങളൊക്കെ. ഐസോമെട്രിക് എക്സസൈസസ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് ഹാർട്ടിന് മോശമാണെന്നല്ല, ഒരു പരിധി വരെ നമ്മൾ എക്സസൈസ് റൂട്ടീനിൽ 15 to 25% വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവണം, മസിൽ ബിൽഡിങ്, മസിൽ ടോൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സസ് അത്ര നല്ലതല്ല. ഹാർട്ടിന് കുറച്ച് ചെറിയ രീതിയിൽ സ്ട്രെസ് വരും. പക്ഷേ സം പീപ്പിൾ ഹു ആർ യൂസ്ഡ് ടു ഇറ്റ്, അതിന് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഹാർട്ടിന് ഇച്ചിരി ലോഡ് കൊടുക്കുന്ന സംഗതിയാണ് എക്സസീവ് വെയ്റ്റ്സ്. ഭയങ്കര മറ്റേ ഈ ഡെഡ് ലിഫ്റ്റും ഇതൊക്കെ പറയുന്നത് ഒരു ഹാർട്ട് ലോഡ് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണത്. മാത്രമല്ല സ്റ്റിറോയിഡ്സ് ഒക്കെ അതിന് വേണ്ടി സപ്ലിമെന്റ്സ് ആയിട്ട് അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഡയറക്ട്ലി ഹാർട്ട് ഡിസീസ് ആയിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിന് ബ്ലഡ് പ്രഷർ കൂട്ടുക, പ്രമേഹത്തിൻ്റെ അളവ് കൂട്ടുക, അങ്ങനെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട് സ്റ്റെറോയിഡ്സിന്. അത് അത്ര എൻകറേജ് ചെയ്യാൻ ബന്ധപ്പെട്ട് ചോദിക്കാൻ കാണും. ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു, വലിയ സ്പോർട്സ്മാൻമാർ ഉൾപ്പെടെ ആ രീതി സംഭവിച്ചു. അപ്പൊ അത് ജിമ്മുമായി റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ജിമ്മായിട്ട് റിലേറ്റ് ആവാനുള്ള പ്രധാനമായ കാരണം ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒത്തിരി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് അൺഡയഗ്നോസ്ഡ് ഹാർട്ട് ഡിസീസ്, ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തത്, ഡയഗ്നോസ് ചെയ്യാത്ത ഹാർട്ട് ഡിസീസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ആക്ച്വലി നമ്മൾ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ ചേരുന്നതിന് മുമ്പ് ആ ജിമ്മിൻ്റെ ഓണേഴ്സ് ഓർ അതിൻ്റെ ട്രെയിനേഴ്സ് ഈ പറഞ്ഞ എല്ലാ വ്യക്തികളുടെ ഒരു പ്രീ ടെസ്റ്റ് ഒരു ക്വസ്റ്റ്യനെയർ ഫില്ലാക്കണം.
അതൊരു വലിയ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഓൺലൈനിൽ തന്നെ കുറേ ക്വസ്റ്റ്യനേഴ്സ് അവൈലബിൾ ആണ്. വാട്ട് ഷുഡ് ബി, ഇപ്പോൾ നമുക്ക് ആ ബേസിക് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോന്നില്ല. ഇപ്പോൾ എവറി പേഴ്സൺ ആക്ച്വലി 40+ എല്ലാ പേഴ്സൺ നമ്മൾ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ഇതിലുള്ള എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ക്വസ്റ്റ്യനെയർ ഫില്ലാക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ ചെക്കപ്പ് ചെയ്തിട്ട് വേണം ഹെവി എക്സസൈസിലോട്ട് പോകാൻ പാടുള്ളൂ. ആക്ച്വലി നമുക്കിപ്പോൾ ജിം ട്രെയിനേഴ്സ് ഒക്കെ ട്രെയിൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മീനിങ് ദേ ഷുഡ് ബി ട്രെയിൻ ഈ ഫസ്റ്റ് സ്ക്രീൻ ചെയ്യാൻ. അപ്പോൾ ഓൺലൈൻ കുറേ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, ചെക്ക് ലിസ്റ്റ്. ആളുകൾ 40+ ആകുമ്പോഴാണ് ജിമ്മിലേക്ക് പോയി തുടങ്ങുന്നത്, കാരണം ഹെൽത്ത് അവെയർ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ പോയി മാരകമായി എക്സസൈസ് ചെയ്ത് തുടങ്ങിയത് പ്രശ്നം ആവണമെന്നില്ല. അതിന് പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇറ്റ് കുഡ് ബി ലൈക്ക് 1 in 1 lakh സംതിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് വാർത്തയാവുന്നത് മാത്രമേ ഉള്ളൂ. ഈ പെർസെൻറ്റേജ് ഓൾവേസ് അന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. ബട്ട് ടുഡേ ഇറ്റ്സ് മോർ കുറച്ചും കൂടി ഫ്ലാഷി ആവുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ. ആൻഡ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ഇന്നത്തെ കാലത്താണ് കൂടുതൽ വർദ്ധിച്ച് വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ജിം അസോസിയേഷനും ജിം ട്രെയിനേഴ്സും ഒക്കെ കുറച്ചും കൂടി ഇതിൽ ട്യൂൺഡ് ആവണം. അവരെ ക്ലയൻസിനൊക്കെ ഫസ്റ്റ് സ്ക്രീൻ ചെയ്യുക, എന്നിട്ട് കുറച്ച് അറ്റ് റിസ്ക് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു ഹെവി വർക്കൗട്ടോ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ടോ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നു, നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഉറക്കത്തിൽ രാവിലെ ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല, സൈലന്റ് അറ്റാക്കാണ്. ഈ സൈലന്റ് അറ്റാക്കും സാധാരണ ഒരു അറ്റാക്ക്, പെയിൻ വന്നിട്ടുള്ള അറ്റാക്കും എന്താ ഡിഫറൻസ് എന്താണ്? ഈ സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നോർമലി 70 to 80% ആൾക്കാർക്ക് ഹൃദയാഘാതം വരുമ്പോൾ കഠിനമായൊരു വേദനയാണ് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ സെൻട്രൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയും. ഈ നടുവിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ കൈയിലോട്ട് വേദന അല്ലെങ്കിൽ കഴുത്തിലോട്ട് പോകുന്നൊരു വേദന ആവാനാണ് കൂടുതൽ സാധ്യത. 20 to 25% ആൾക്കാർ, 20-25% ആൾക്കാർക്ക് വേദന ഉണ്ടാവില്ല. അത് ഡയബറ്റിക്സ്, സ്മോക്കേഴ്സ് ആൻഡ് എൽഡർലി ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അത് ആക്ച്വലി വളരെ മോശമായിട്ടുള്ളൊരു ബാഡ് ലക്ക് എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു സംഗതിയാണ്. ഈ വേദന അനുഭവിക്കാത്തതുകൊണ്ട് പേഷ്യൻ്റ് സഫറിങ് കുറവാണ്. പെട്ടെന്ന് അറ്റാക്ക് വരുമ്പോൾ ഒന്നും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് എത്തിപ്പെടാനും ഡയഗ്നോസ് ചെയ്യാനും വളരെയധികം ലേറ്റ് ആകുമ്പോൾ ഒത്തിരി ഡാമേജ്, ഹാർട്ട് മസിൽ ഡാമേജ് സംഭവിച്ചതിന് ശേഷം മാത്രം നമ്മളെടുത്ത് എത്താറുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലൈഫ് സേവിങ് ഇന്റർവെൻഷൻസ് ഒക്കെ ചെയ്യാൻ പ്രീ സിംറ്റംസ് കാണിക്കുമോ? നമുക്കിപ്പോൾ വിയർക്കുക തീർച്ചയായും. അതിൽ എന്ന് വെച്ചാൽ യൂഷ്വലി എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഇൻഫാക്ട് എല്ലാ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് അല്ലെങ്കിൽ ഇൻഫാക്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് പ്രീ ഇൻഫാക്ട് സിംറ്റംസ് എന്ന് പറയും. അതായത് ഒരു വാർണിംഗ് സൈൻസ് ഉണ്ടോ, അത് മുമ്പ് അനുഭവിക്കാത്തൊരു, ഈ വേദന വരാൻ വിധിച്ച ആൾക്ക് വേദന തന്നെ വരും, അതിൻ്റെ ഒരു ചെറിയ രൂപം, ഒരു ട്രെയിലർ, ഒരു വാർണിംഗ് സൈൻ. പക്ഷെ അത് നമ്മൾ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. മറ്റേത് ഈ സൈലന്റ് ആണെങ്കിൽ ഒരു നെഞ്ഞത്തൊരു ഭാരം, സം ഹെവിനെസ്, ഒരു വെയിറ്റ് വെച്ച് പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു കിതപ്പ് അനുഭവപ്പെടുക. അത് ഒരു പുതിയൊരു സിംറ്റം ആണെങ്കിൽ ഓക്കെ, അത് തീർച്ചയായും നമ്മളത് ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഒരു മെസ്സേജ് കൊടുക്കേണ്ടത്. ബിക്കോസ് യൂഷ്വലി നമുക്കിപ്പോൾ എൻ്റെ ICUയിൽ ഇപ്പോൾ ഒരു 15-20 പേഷ്യൻറ്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരികയാണെങ്കിൽ ഒരു 75% ആൾക്കാർ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് വരാറ്. ബിക്കോസ് നമുക്കത് ഗ്യാസ് ആണ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഗ്യാസ് ആണോ എന്ന് അറിയാൻ വല്ല വഴിയൊന്നുമില്ല. ഇത് രണ്ടും തമ്മിൽ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധാരണക്കാരന് പറ്റില്ല. സാധാരണക്കാരന് പറ്റും. അതെങ്ങനെ വെച്ചാൽ സ്ഥിരം ഗ്യാസ് വരുന്ന ആളാണെന്ന് വിചാരിക്കും. എപ്പോഴും ഭക്ഷണം കഴിക്കുക, എണ്ണ, ഒരു ഫ്രൈഡ് ഫുഡ്, വറുത്തത് അല്ലെങ്കിൽ പൊരിച്ച സാധനം കഴിക്കുമ്പോൾ നെഞ്ഞരിച്ചിൽ വരുന്നു. അപ്പോൾ അത് അയാൾക്ക് സ്ഥിരം വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയൊരു സിംറ്റം വരുമ്പോൾ, മുൻപ് അനുഭവിക്കാത്തൊരു ലക്ഷണം വരുമ്പോൾ നെഞ്ചത്ത്, എന്നിട്ട് അത് അയാൾക്ക് തന്നെ തോന്നും അതൊരു പുതിയൊരു ലക്ഷണമാണ്, അത് പോയിട്ട് ചെക്കപ്പ് ചെയ്യണം എന്നാണ്. ഒരു ECG എടുക്കുക, ഒരു ഡോക്ടറെ കാണാം, അത് വലിയ സംഭവമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ടിന് പ്രശ്നമാണോ അല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണെന്ന് തിരിച്ചറിയാനുള്ളൊരു വളരെ അധികം ഫെസിലിറ്റീസ് ഉള്ളൊരു കാലമാണ് നമ്മൾ. ഈ ഹൃദ്രോഗം സർവ്വസാധാരണമായി മാറുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്? നമ്മൾ വളരെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉള്ള കാലഘട്ടത്താണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇസ് ഗോയിങ് വെരി റാപ്പിഡ്ലി എന്ന്. നമ്മളിപ്പം ഒരു 10 years ബാക്ക് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ ഒത്തിരി നമ്മുടെ കയ്യിൽ ഇന്ന് നമുക്ക് പേഷ്യൻസിനും നമ്മളെ ജനങ്ങൾക്ക് ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പം ഡയഗ്നോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്കോ, ട്രെഡ്മില്ലിൻ്റെ പുറമെ തന്നെ നമുക്കൊരു CT ആൻജിയോഗ്രാം ഉണ്ട്, ഈസി ടു ഡയഗ്നോസ്.
കുറേ ന്യൂക്ലിയർ ഇമേജിങ് ടെസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഓൾ പുതിയ ഈ ടെക്നോളജീസ് നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലേ ഡയഗ്നോസ് ചെയ്യാൻ. ആൻജിയോഗ്രാം ഒക്കെ ചെയ്തൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള പണ്ട് നമുക്കിപ്പോൾ ഒരു 3 ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കാണാണ്ട് തന്നെ നമുക്ക് പറയാം ബൈപ്പാസ് സർജറി ചെയ്യണം. ഇന്ന് നമുക്ക് നല്ല നല്ല മരുന്നുകൾ വന്നിട്ടുണ്ട്. നമ്പർ 1 നല്ല നല്ല മെഡിസിൻസ് വന്നിട്ടുണ്ട്. സർജറിയിലേക്ക് പോവാതെ തന്നെ നമുക്ക് നല്ല നല്ല മെഡിസിൻസ് വന്നിട്ടുണ്ട്. ആൻഡ് നമ്പർ 2 ബ്ലോക്ക് മാറ്റേണ്ടി വന്നാൽ തന്നെ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് കുറേ ടെക്നീക്സ് ഇപ്പം വന്നിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ കാൽഷ്യം അടിഞ്ഞ ബ്ലോക്കുകൾക്ക് ആയിരുന്നു ഒരു കാലത്ത് ഭയങ്കര ഡിഫിക്കൽട്ട്. ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല, സർജറി ഓപ്പൺ സർജറി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്ന് കാൽഷ്യം പൊട്ടിക്കാൻ നമ്മുടെ കയ്യിൽ റോട്ടാബ്ലേഷൻ പറഞ്ഞ ഡ്രില്ലിംഗ് സാധനമുണ്ട്, ഓർബിറ്റൽ അത്രെക്ടമി ഉണ്ട്, ലേസർ ഉണ്ട്. സോ മെനി തിങ്സ് അതെ. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റെൻറ്റ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. അതായത് മെഡിക്കേറ്റഡ് ബലൂൺ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് സ്റ്റെൻറ്റ് ഇല്ലാതെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ടെക്നോളജിയാണ് നമ്മുടെ കയ്യിൽ. ആൻഡ് എവറി ഇയർ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നൊരു സംഗതിയാണ്. പക്ഷേ അതൊക്കെ എക്സ്പെൻസീവ് ആണെന്നുള്ള പ്രശ്നമുണ്ട്. എക്സ്പെൻസീവ് ഈസ് ബിക്കോസ് നമ്മളിപ്പം ഈ റിസർച്ച് ആൻഡ് ടെക്നോളജി കമ്പനീസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10-15 ഇയേഴ്സ് ബാക്ക് ഒരു സ്റ്റെൻറ്റിൻ്റെ കോസ്റ്റ് അല്ല ഇന്നിപ്പം ഗവൺമെൻറ് അത് ക്യാപ്പ് ചെയ്ത് സ്റ്റെൻറ്റ്സ് ഒക്കെ വളരെ ചീപ്പാണ്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1/3 3/1 മാത്രമേ ഇപ്പം കോസ്റ്റ് വരുള്ളൂ എവറി ഇയർ. ബിക്കോസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് കുറേ പ്ലെയേഴ്സ് വരുന്നു, മാനുഫാക്ചറിങ് ഫേംസ് വരുന്നു. സോ ദെയർഫോർ ദ കോസ്റ്റ് ആക്ച്വലി കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് പുതിയൊരു ടെക്നോളജി ഇറങ്ങുമ്പോൾ അതിന് കോസ്റ്റ് ഉണ്ടാവും. ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് എന്തായാലും തീർച്ചയായും. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ സ്ട്രെസ് റിലീസ് എന്ന് പറയുന്നുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. എല്ലാ ജോലിക്കും അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ല അതിലൊരു റിലീഫ് എങ്ങനെ കിട്ടുന്നതാണ്. അതിന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എന്താണ്? ഒരാൾ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, എങ്ങനെ സ്ട്രെസ് റിലീസ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇപ്പോൾ സ്ട്രെസ്സ് ഇപ്പം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ടിന്യൂസ്ലി രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങളെ ന്യൂസ് ബ്യൂറോയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ രാത്രി 12 മണിക്കാണ് പാക്കപ്പ് ചെയ്യുന്നത്, നിങ്ങൾ ഹാപ്പിയാണ്, ഓക്കെ, എന്ന് വീട്ടിൽ പോകുന്നു. ബട്ട് ഡിഡ് യു റിയലൈസ് ദാറ്റ് നിങ്ങൾ ആക്ച്വലി ഓവർ ബേർഡൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം? അപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മളെ ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. പിന്നെ ആക്ച്വലി യു ഷുഡ് സ്റ്റോപ്പ്, ആലോചിക്കണം ദാറ്റ് നമ്മൾ ആ വർക്ക് അവേഴ്സും നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പം നമ്മൾ വർക്കിംഗ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സൈലൻ്റ്ലി ആണ് കുറേ ആൾക്കാർക്ക് സ്ട്രെസ് വരുന്നത്. അല്ലാണ്ട് ആ റിയലൈസേഷൻ ആണ് ഫസ്റ്റ് വേണ്ടത്. ഇതെനിക്ക് സ്ട്രെസ് ആണ് എന്നുള്ളത്. ദാറ്റ് ക്യാൻ ബി ഫിസിക്കൽ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്. ഫിസിക്കൽ സ്ട്രെസ് നമ്മൾ എക്സസ് വർക്ക് ചെയ്ത് നമ്മളിപ്പം വർക്ക് ചെയ്ത് ജീവിതത്തിന്റെ ഭാഗമായി. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞാലേ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ ചത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈ? എന്തിനാണ്? നല്ല ലൈഫിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ലൈഫ് ഇപ്പോൾ ഉണ്ടോ? ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ നിർത്തുന്നു, ആലോചിക്കുന്നു, പിന്നെ ദെൻ വി ക്യാൻ ഡിസൈഡ്. അത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് വിടുന്നു, നമ്മൾ ഫാമിലീൻ്റെ ടൈം ചിലവാക്കുന്നു, കളിക്കാൻ പോകുന്നു, വെക്കേഷന് പോകുന്നു, പാട്ട് പാടുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒറ്റ കാര്യം കൊണ്ട് ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ സ്ത്രീകൾ, പുരുഷന്മാർ ഇതിൽ കാർഡിയോ ഡിസീസ് വരാനുള്ള സാധ്യതകൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ലേഡീസിന് ആണ് കൂടുതൽ ദൈവം കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുത്തത്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെനോപോസ് വരെ, ഇപ്പോൾ അതായത് അവരുടെ മെൻസ്ട്രൽ പീരിയഡ്സ് ഉള്ളവരെ അവർക്ക് പ്രൊട്ടക്റ്റീവ് ഫീമെയിൽ ഹോർമോൺസ് ഉണ്ട്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഒക്കെ ഹാർട്ട് ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗം തടയാനുള്ള ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷനാണ്. അതൊരു അബ്സല്യൂട്ട് അല്ല, 100% ഇതല്ല. മെനോപോസിന് ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏകദേശം തുല്യ പോലത്തെ ഒരു ഇതാണ്. സോ മെനോപോസിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇവർക്ക് സ്ത്രീകൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ഡയബറ്റീസും കൊളസ്ട്രോൾ. അതിന് മുൻപ് നോക്കുകയാണെങ്കിൽ വളരെ നമ്പേഴ്സ് ലെസ്സറാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഹൈ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, പുകവലി, അങ്ങനത്തെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ദൈവം തന്ന പ്രൊട്ടക്ഷൻ കിട്ടില്ല. മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ് എന്ന എഴുതി വെച്ച ബോട്ടിൽ തന്നെയാണ് ആൾക്കാർ കഴിക്കുന്നത്. അതെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ
കാർഡിയോ ഡിസീസിലേക്ക്, അതിൻ്റെ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കും. കുറേ പേഷ്യൻസിനെ കാണുമ്പോൾ ആളുകളതൊക്കെ അറിയാം, ഇതൊക്കെ ഹൃദ്രോഗത്തിനെതിരാണ് അല്ലെങ്കിൽ ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളതാണ് സിഗരറ്റ്. ഈ സിഗരറ്റിന് മേലെ ആ ഒരു വലിയൊരു പേടിപ്പിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്, എന്നിട്ടും പുക വലിക്കുന്നുണ്ട്. അതെന്താ സംബന്ധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ ബിലീഫ് ഉണ്ട്. ഈ എർത്ത് ക്വേക്ക് വരുമ്പോഴേ എപ്പോഴും ഇന്തോനേഷ്യയിലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജപ്പാനിലേ ഉണ്ടാവുള്ളൂ, കോഴിക്കോട് കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം. ഈ ഭൂമി ഇന്ന് കുലുങ്ങുകയാണെങ്കിൽ അതിപ്പോൾ എന്തോ അപ്പുറത്ത് എന്തെങ്കിലും JCB ആയിട്ട് ആയിരിക്കുമെന്ന്, രണ്ടാമത് കുലുക്കുമ്പോഴും എന്തെങ്കിലും ആയിരിക്കും, ഒരു എർത്ത് ക്വേക്ക് ആവും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ എനിക്കത് സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം, ഒരു ഡിനയൽ, സൈക്കോളജിക്കൽ ഡിനയൽ, എനിക്കത് വരില്ല എന്നുള്ളൊരു തോന്നുന്നു. എന്നെ ബാധിക്കുന്നില്ല, ബാധിക്കില്ല എന്ന് ബാധിച്ചു കഴിഞ്ഞാലാണ് ഈ ഡിപ്രഷന് കാര്യം. സോ വെരി ഓഫൺ നമ്മളെ പോലത്തെ ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പ്രാക്ടീസ് എപ്പോഴും ഐ സ്പെൻഡ് ടൈം കൗൺസിലിംഗ്. അതായത് ഇത് നമുക്ക്, ഞാനെപ്പോഴും പറയുന്നൊരു ഇതാണ്, എൻ്റെ ICU നിന്ന് വന്നൊരു റൗണ്ട്സ് വേണമെങ്കിൽ എടുക്കാം, നിങ്ങളെ ബ്രദേഴ്സും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ കാണാം നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കൊരു സിഗരറ്റ് നമുക്ക് നിർത്താൻ ഉള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. Thank you.